ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കപ്പെടേണ്ടതാണ്. അത് പാലിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായ അഭിപ്രായമാണ്, ഇതിനോട് യോജിപ്പാണുള്ളത്. പിന്നെ കോടതി വിധി എന്താണെന്നുള്ളത് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. അത് പരിശോധിച്ചിട്ട് കോടതി നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇത് കസ്റ്റോഡി, അവരാ കാര്യത്തിൽ ആവശ്യമായ തീരുമാനം എടുക്കണം. അതാണ് ഗവൺമെൻറ് നിലപാട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് മുഴുവൻ ഡീറ്റെയിൽസും കോടതിക്ക് കൊടുക്കും. കോടതിയാണ് അതിൻ്റെ ബാക്കി ഭാഗം പരിശോധിക്കേണ്ടത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ ഞാൻ പറയുന്നൊരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല. കാരണം 1/7/2017 ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റിൽ ഒരു കമ്മിറ്റി സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ടത് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്താണ്. സിനിമാ രംഗത്തും സിനിമ ഇതര മേഖലയിലും നിലനിൽക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെങ്ങും അതിനു വേണ്ടിയുള്ളൊരു പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് വരാൻ ഒരു ഗവൺമെൻറ് ശ്രമിച്ചിട്ട്, പക്ഷേ ഇവിടെ ശ്രമിച്ചു. അതാണ് ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ മുഖമുദ്ര. അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും മറച്ചു വെക്കാനുണ്ട്. കാരണം മറച്ചു വെക്കാനുണ്ടെങ്കിൽ ഇത് പരിശോധിക്കാൻ കമ്മിറ്റി വെക്കേണ്ട കാര്യം. ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അന്ന് പുറപ്പെടുവിച്ചത് 16/11/2017 റിപ്പോർട്ട് സമർപ്പിച്ചത് 31/12/2019. എന്നാൽ ആ റിപ്പോർട്ട് കൊടുത്ത് 19/2/2020 ജസ്റ്റിസ് കെ ഹേമ അവരൊരു കത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ ചീഫ് കൾച്ചറൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറി ശ്രീമതി റാണി ജോർജിന് കൊടുത്തു. ഇതാണ് ആ കത്ത്. ഈ കത്ത് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാനും പറഞ്ഞത്. എന്നാൽ അത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല പ്രതിപക്ഷ നേതാവ് ഇന്നലെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ പറയുന്നുണ്ട്, I would also bring to your kind notice the need to keep the report confidential since it contains details of sexual assault, harassment and abuse which were disclosed to the committee by various women in privacy in camera proceedings. ഇത് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹേമ കമ്മിറ്റി അവരുടെ കത്തിലൂടെ തന്നിരിക്കുകയാണ്. ഇതിൽ ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് അത് പുറത്തുവിടാൻ പാടില്ല. അതിനുശേഷം അന്നത്തെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ കമ്മീഷൻ വിൽസൺ ബോർഡ് അദ്ദേഹം തുടർന്നൊരു പരിശോധനാ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അദ്ദേഹം ഇതൊരു കാരണവശാലും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് 22/10/2020 അദ്ദേഹം പറഞ്ഞു. ഇപ്പം ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സമിതി വീണ്ടും പറയുകയാണ് വിവരാവകാശ നിയമപ്രകാരം. അതിൽ അദ്ദേഹം കോട്ട് ചെയ്തേക്കുന്നത്, ഒന്നാം എതിർകക്ഷി കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രസ്താവിച്ചത് പരാമർശിത റിപ്പോർട്ട് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ടതിന് ആവശ്യകത സംബന്ധിച്ച് ജസ്റ്റിസ് കെ ഹേമ 19/2/2020 സാംസ്കാരിക സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതാണ് ഞാൻ വായിച്ചത്. ഈ ജസ്റ്റിസ് ഹേമയുടെ ഈ നിലപാടിൻ്റെ പശ്ചാത്തലത്തിലാണ് വിവരാവകാശ കമ്മീഷൻ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനകത്ത് യാതൊരു വിധമായ അടിസ്ഥാനമില്ല. സുപ്രീം കോടതി ചില പരാമർശങ്ങൾ, അതായത് ഇരയെ സംബന്ധിച്ച് മാത്രമാണ് ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ചില അഭിപ്രായ പ്രകടനങ്ങൾ വെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, കത്ത് കൊടുത്തിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആർഗ്യൂ ചെയ്തത്. എന്നാൽ അങ്ങനെയല്ല. വളരെ കൃത്യമായി ജസ്റ്റിസ് ഹേമയുടെ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവരാവകാശ കമ്മീഷൻ
ആ കത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അവരിത് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പരിശോധന ഇത് പ്രയാസപ്പെടുന്ന കാര്യമാണ്, വ്യക്തിയുടെ സ്വകാര്യപരമായ കാര്യങ്ങൾ പറയേണ്ടി വരുന്നു, അതുകൊണ്ട് ഇത് പുറത്തു പറയാൻ പാടില്ല. ഇത് ഗവൺമെൻറ് എന്താ പിന്നെ ചെയ്യാൻ പറ്റുന്നത്? ഒരു ജുഡീഷ്യൽ ബോഡി ഈ രൂപത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം പിന്നീട് വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നത് ഈ 24-ലാണ്. 5/7/2024 ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷന് മുമ്പാകെ വരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 61 പേജുകൾ ഒഴികെയുള്ള ഭാഗം പ്രസിദ്ധീകരിക്കണം. അപ്പോൾ തന്നെ ഗവൺമെൻറ് നിലപാട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല, ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള ആൾ ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. അവിടെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് കഴിഞ്ഞ് അതിനെതിരായി ഹൈക്കോടതിയിലേക്ക് പോന്നു. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് ശേഷം ഹൈക്കോടതി അത് കേൾക്കുന്നു. കേട്ടതിന് ശേഷം ഹൈക്കോടതി ആ അപ്പീൽ തള്ളിക്കളയുന്നു. എന്നിട്ട് പറയുന്നു വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ പ്രകാരം പ്രസിദ്ധീകരിക്കണം. അപ്പോഴും നമ്മൾ പറയുന്നു നമുക്ക് എതിർപ്പില്ല, ബന്ധപ്പെട്ട കസ്റ്റോഡിയൻ ഇത് പ്രസിദ്ധീകരിക്കും, ആരെയാണോ ചുമതലപ്പെടുത്തിയത് അവരെ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ 61 പേജ് ഒഴിച്ചുള്ള ഭാഗം പ്രസിദ്ധീകരിച്ചു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അതിൽ കക്ഷി ചേർന്നുകൊണ്ടുമുള്ള ഒരു ഇതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി നടന്നത്. അതിനെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ ഡോക്യുമെൻറ്റ്സും ഹൈക്കോടതി തരിക, സീൽ ചെയ്ത്. ഗവൺമെൻറ് തയ്യാറാണ്. ഹൈക്കോടതി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പരാമർശ വിധേയമായ കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നിയമപര കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഉന്നതമായ നീതിന്യായ സംവിധാനം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഏത് തീരുമാനത്തോടൊപ്പം ഉള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. ഒരു കാര്യവും മറച്ചു വെക്കാനില്ല. ഈ അടിസ്ഥാനത്തിൽ ഇതെല്ലാ റിപ്പോർട്ടും ഹൈക്കോടതി പരിശോധനയ്ക്ക് വേണ്ടി സർക്കാർ സമർപ്പിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട കസ്റ്റോഡിയൽ ഉദ്യോഗസ്ഥൻ തയ്യാറാകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്.